ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ദോശയ്ക്കും ഇഡ്ഡലിക്കും ഉഴുന്നുവടയ്ക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തക്കാളി ചട്നിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചട്നി റെഡിയാക്കാൻ വേണ്ടി ഒരു ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 10 അല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. ഇനി ഇതിലേക്ക് മുളകാണ് ചേർക്കുന്നത്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 മുളകാണ് ചേർത്തിട്ടുള്ളത്. എരിവുള്ള ഉണക്കമുളകാണ് ചേർത്തിട്ടുള്ളത്. വറ്റൽ മുളക് നല്ലതുപോലെ ഒന്ന് വഴറ്റി ചെറിയ തീയിലിടുക. അല്ലെന്നുണ്ടെങ്കിൽ മുളക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, ഒരു നുള്ള് കായത്തിൻ്റെ പൊടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഏറ്റവും ചെറിയ തീയിലിട്ട് പൊടികളൊന്നും കരിഞ്ഞു പോവാതെ തന്നെ വളരെ ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. പൊടികൾ കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറിപ്പോവും. ഇതിലേക്ക് 3 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി എടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ നല്ലതുപോലെ ഇത് വഴറ്റി കൊടുക്കുക. തക്കാളി നല്ലതുപോലെ വെന്തുടയണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ചിരവിയ തേങ്ങ ഇല്ലാതിരുന്നുകൊണ്ടാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തത്. ചിരവിയ തേങ്ങ ചേർക്കുന്നത് തന്നെയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ടേസ്റ്റിൽ കിട്ടാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ചിരവിയ തേങ്ങ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തേങ്ങ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വളരെ കുറച്ച് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി വെന്തതിന് ശേഷം ആറിയിട്ട് മാത്രം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ചൂടോടെ ഒരിക്കലും മിക്സിയുടെ ജാറിലിട്ട് ഇത് അടിച്ചെടുക്കാൻ പാടില്ല. ചൂട് മാറിയിട്ട് മാത്രം ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ മാത്രം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി നമ്മൾക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ ഒരു മിക്സിയുടെ ജാറിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചേർത്തിട്ട് ഒന്നങ്ങ് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് അങ്ങ് കട്ട പോലെ ഇരിക്കുന്നതിനെക്കാട്ടിലും ചെറുതായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ചു കൂടി ഒഴിച്ചാൽ നമുക്ക് സെർവ് ചെയ്യാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുക്, ഉഴുന്ന്, അതുപോലെ കുറച്ച് കറിവേപ്പില താളിച്ചിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. വറ്റൽമുളക് ചേർക്കണമെങ്കിൽ ചേർക്കാം. നമ്മൾ വറ്റൽമുളക് ഓൾറെഡി ചേർത്ത് അരച്ചതുകൊണ്ടാണ് താളിപ്പിൽ വറ്റൽമുളക് ചേർക്കാതിരുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെ അതുപോലെ ഉഴുന്നുവടയുടെ കൂടെയും ഈ ഒരു ചട്നി നല്ല ടേസ്റ്റാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല എളുപ്പമാണ്, നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും താങ്ക് യു.